ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. സത്വഗുണപ്രധാനിയായിട്ടുള്ള ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റെ മാറ്റം മൂലം പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്കുണ്ടാകുന്നതായിട്ടുള്ള ഒരു വർഷക്കാലത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. സത്യധർമാദികളെ കൈവിടാതെ നന്മയോടുകൂടിയിട്ട് ജീവിക്കുന്നവരും മനസ്സിലാണെങ്കിലോ എപ്പോഴും ആത്മവിശ്വാസം സൂക്ഷിക്കുന്നവരും വിനയശീലവും സ്വാതന്ത്ര്യശീലവും ആഗ്രഹിക്കുന്നവരാണ് ഈ പുണർദം നക്ഷത്രക്കാർ. മിഥുനം രാശിയിൽ 45 നാഴികയും കർക്കിടകം രാശിയിലാണെങ്കിൽ 15 നാഴികയും കൂടിച്ചേരുന്ന ദേവഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് പുണർദം നക്ഷത്രം. അതിൽ മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള പുണർദം നക്ഷത്രക്കാരിൽ 7ാം ഭാവാധിപത്യവും കർമാധിപത്യവും ഉള്ളതായ ഈ ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണെങ്കിൽ 12ാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ശ്രദ്ധയും ഈശ്വരാനുഗ്രഹവും പരിശ്രമശീലവും കൂടുതലായിട്ടും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു വ്യാഴവട്ടത്തിൽ വരുന്നതായിട്ടുള്ള ഒരു വർഷക്കാലം. ഈ സമയങ്ങളിൽ പുണർദം നക്ഷത്രം മിഥുനം രാശിയിലുള്ളവർക്ക് അവരുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യത കാണുന്നതുകൊണ്ട് വലിയ തരത്തിലുള്ളതായ പണച്ചിലവ് വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. ഈ സമയത്ത് കർമ്മസംബന്ധമായിട്ടും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കൃത്യനിഷ്ഠയോടുകൂടിയിട്ട് കാര്യങ്ങളെയെല്ലാം തന്നെ നോക്കി കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായിട്ടുള്ള ടെൻഷൻ കർമ്മ മേഖലയെ ബാധിക്കാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ 4ാം ഭാവത്തേക്കും 6ാം ഭാവത്തേക്കും അഷ്ടമ ഭാവത്തേക്കും വരുന്നതിനാൽ കുടുംബ ബന്ധങ്ങളിലും കുടുംബത്തിലുമെല്ലാം കുറച്ചൊക്കെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഈ സമയത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയസാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള പുണർദം നക്ഷത്രക്കാർ ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും ഭഗവാന് പഞ്ചാമൃത നിവേദ്യം ചെയ്യുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട്. കർക്കിടകം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള പുണർദം നക്ഷത്രക്കാരിൽ ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും ശ്രദ്ധയോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ളതായ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഈ ഒരു സമയങ്ങളിൽ 6ാം ഭാവാധിപതിയും ഭാഗ്യാധിപതിയുമായിട്ടുള്ള സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിലോ 11ാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഭാഗ്യപരമായിട്ടും ലാഭകരമായിട്ടും ഗുണാനുഭവങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. സാമ്പത്തിക സ്ഥിതിയിലാണെങ്കിലും ലാഭകരമായിട്ടുള്ള ഉയർച്ചയ്ക്കും അതുമൂലം മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. ഈ സമയങ്ങളിൽ ലാഭസ്ഥാനമായിട്ടുള്ള 11ാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം
മൂന്നാം ഭാവത്തേക്ക് നോക്കുന്നത് കൊണ്ട് സുഹൃത്ത് ബന്ധങ്ങളിലും സഹോദര ബന്ധങ്ങളിലും നിന്നെല്ലാം സഹായ സഹകരണങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ്. കൂടാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ 5-ാം ഭാവത്തേക്ക് വരുന്നത് കൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പഠന വിഷയങ്ങളിൽ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഈ സമയത്ത് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കാണെങ്കിലും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് ഈശ്വര പ്രാർത്ഥനയിലും ഉപാസനയിലും മനോബലവും അതുമൂലം അഭിവൃദ്ധിക്കും സാധ്യത കാണുന്ന ഒരു സമയം കൂടിയാണ്. ഈ സമയത്ത് വ്യാഴത്തിൻ്റേതായ ദൃഷ്ടിയാണെങ്കിലോ 7-ാം ഭാവത്തേക്ക് വരുന്നത് കൊണ്ട് കർമ്മ സംബന്ധമായിട്ടും നിവൃത്തി സംബന്ധമായിട്ടും ധാരാളം നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ടൊരു സമയം കൂടിയാണ്. തൊഴിൽ അന്വേഷകർക്കാണെങ്കിലോ ഒരുപാട് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും പ്രമോഷനും അംഗീകാരത്തിനും സാധ്യത കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ വ്യാഴവട്ടത്തിൽ വരുന്നതായിട്ടുള്ള ഒരു വർഷക്കാലം. കുടുംബത്തിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം 7-ാം ഭാവാധിപതിയായിട്ടുള്ള ശനീശ്വരന് അഷ്ടമ ഭാവസ്ഥിതി കാണുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ പരസ്പരം അസ്വാരസ്യങ്ങളും അഭിപ്രായ ഭിന്നതകളും വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. പൊതുവേ ഈ വ്യാഴത്തിൻ്റെ പകർച്ച മൂലം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് കർക്കിടകം രാശിയിൽ ജനിച്ചതായിട്ടുള്ള പുണർദം നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് പുണർദം നക്ഷത്രക്കാർ വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് ഇളനീർ അഭിഷേകവും കദളിപ്പഴ നിവേദ്യവും നെയ്വിളക്കും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നു.